എന്തൊക്കെയല്ല സുഖല്ലേ? നമ്മളിന്ന് ഇവിടെ നിലം കോൺക്രീറ്റ് ചെയ്യാണ്, ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യാണ്, ഇവിടെ ബെഡ് കമ്പനിയാണ്. അതുകൊണ്ട് ഇത് കറക്റ്റ് കോൺക്രീറ്റ് ചെയ്യുന്ന ഈ കോൺക്രീറ്റ് തന്നെ നമുക്ക് കറക്റ്റ് കിട്ടണം. അല്ലാണ്ട് ഇതിൻ്റെ മുകളിൽ പിന്നീട് നമ്മൾ ലെവലിങ് പൊടിയും കാര്യങ്ങളിട്ട് ലെവൽ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇത് മിഷനറി വെക്കുന്ന സമയത്ത് എന്താവും, അത് പൊള്ളിപ്പോരും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പം തന്നെ വാട്ടർ ലെവലും കാര്യങ്ങളും ഫുള്ള് പിടിച്ച് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ള് വാട്ടർ ചെയ്ത് കുറ്റിയടിച്ചതാണ്. ഈ വാട്ടർ ചെയ്ത് കുറ്റിയടിക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, മാലി കറക്റ്റായിരുന്നു. ഈ മാലി കറക്റ്റ് ആവുമ്പോഴെന്താവുള്ളൂ, എല്ലാ സ്ഥലത്തും നമ്മൾ മാലി കെട്ടുക ചെയ്യാം. മാലി എന്ന് പറഞ്ഞാൽ ഈ നൂല് കെട്ടുക ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ നൂല് കെട്ടി കോൺക്രീറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ അർബാന വെച്ചിട്ടാണ് തള്ളുന്നത്. അർബാനയിൽ കോൺക്രീറ്റ് കൊണ്ടുവരുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് എന്താണ് ഈ നൂല് കെട്ടിയിട്ട് നമ്മൾ പണിയെടുക്കില്ല. നൂല് കെട്ടി പണിയെടുക്കാൻ നമുക്ക് ഏറ്റവും നല്ല സുഖവും അതാണ്. പക്ഷെ അത് ചെയ്യാൻ കഴിയില്ല. അർബാനോട് തള്ളുന്ന സമയത്ത് ഇതെന്ത് ചെയ്യാൻ, നമ്മൾ ഫുള്ള് കുറ്റിയടിച്ച് വെക്കണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇത്രയൊക്കെ ഒരു 350 ചാക്ക് കോൺക്രീറ്റ് നമ്മൾ ചെയ്യാണ്ട് ഈ 350 ചാക്ക് കോൺക്രീറ്റ് ഇതിങ്ങനെ സാധനം പകുതി സാധനം നമ്മൾ ഉള്ളിൽ തട്ടിയതാണ്. ഉത്തരപ്പെക്കണോ കുറച്ചിട്ട് വെക്കണോ? കാരണം മെറ്റലി എംസാൻ്റെ എല്ലാ സാധനം നമ്മൾ ഉള്ളിൽ തട്ടിയതാണ്. അപ്പം ഒരു 100-200 ചാക്കുകൾ നമ്മൾ ഉള്ളിൽ നിന്ന് തീർക്കാം. ബാക്കി എന്ത് ചെയ്യുക, പുറത്ത് വെച്ച് പുറത്തുനിന്ന് തീർക്കാം. ഓക്കെ, എല്ലായിടത്തും ഈ കംപ്ലീറ്റ് നമ്മൾ സാധനം കമത്തി കണ്ടോ, ഇത് ഫുള്ള് വാട്ടർ ചെയ്തതിൻ്റെ അടിയിൽ മുഴുവനും കമ്പി കൊണ്ട് നമ്മൾ എന്തായാലും കുറ്റി അടിച്ചതാണ്. ഈ ഇത് വെക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ വെച്ചില്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണ് കുറ്റി അടിച്ചത് നമ്മൾ മനസ്സിലാക്കാനില്ല. കണ്ടോ, ഇതിനടി മുഴുവനും കമ്പി വാട്ടർ ചെയ്ത് കമ്പി വെച്ചതാണ്. ഈ സാധനം വെച്ചില്ലെങ്കിൽ എന്താണ്, നമ്മളെ കാലിൻ്റെ മുകളിൽ തന്നെ ഈ കമ്പി കുത്തി കയറും. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് എല്ലാത്തും നമ്മൾ എന്ത് ചെയ്ത് ഓരോ മൂടി ഓരോ അടപ്പിട്ടിച്ച് അങ്ങനെ ആകുമ്പോൾ എവിടെയൊക്കെ വാട്ടർ ചെയ്ത് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ സാധനങ്ങൾ ഒരു 3/4 ഭാഗം സാധനം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അടിച്ചതാണ്. കാരണം മെറ്റൽ എംസാൻഡ് ഇത്രയും സാധനം ഇതിൻ്റെ ഉള്ളിൽ അടിച്ചതാണ്. പിന്നെ 350 ചാക്കിന് പണിയുള്ളതിനോട് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് വേണം, 2 മിഷൻ വേണം. 2 മിഷൻ ഉണ്ടായാലേ ഈ സാധനം നമ്മൾ പണി തീർക്കാനില്ല, അല്ലെങ്കിൽ പണി തീർക്കാനില്ല. ഈ കാഴ്ചയിൽ നമ്മൾ കാണുന്ന സമയത്ത് ചെറിയ പണിയാണല്ലോ വിചാരിക്കും, പക്ഷേ ഇത് പണിയെടുത്താൽ തീരില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ സിമെൻറ്റ് നമുക്കൊരു 200 ചാക്ക് സിമെൻറ്റോട് നമുക്ക് എന്ത് ചെയ്യണം, ഉള്ളിൽ ഇറക്കണം. ബാക്കി സിമെൻറ്റ് ഫുൾ നമ്മൾ എന്ത് ചെയ്യുക, പുറത്തോട്ട് ഇറക്കിയിടും. പുറത്തുള്ള സാധനം കണ്ട എംസാൻഡ് മെറ്റലൊക്കെ പുറത്തുള്ള അവിടെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഭാവിയിലേക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്താണ് ടൈലർ കയറാനുണ്ടോ, ഇതിൽ വലിയ വണ്ടി ഉണ്ടല്ലോ, വലിയ ലോറി, അതെന്താവും നേരെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറേണ്ടത്. സാധനം കൊണ്ടുവരുന്ന സമയത്ത് നേരെ ഇതിനുള്ളിലേക്കാണ് കയറേണ്ടത്. അപ്പോൾ ഈ ഒരു ഏരിയ, ഈ ഒരു പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യണം, കമ്പി കെട്ടിയിടണം. ഈ ഒരു ഏരിയ മാത്രം എന്ത് ചെയ്യണം, കമ്പി, അതൊരു കൂട്ടിപ്പിടുത്തത്തിനാണ് നമ്മൾ കമ്പി കെട്ടുന്നത്. ആ കമ്പി നമ്മൾ നേരെ ഇവിടെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കമ്പി ഫുൾ നമ്മളിവിടെ കെട്ടി ഇവിടെ റെഡിയാക്കി വെച്ചു. ഇതെന്താണ് കുറച്ച് കഴിഞ്ഞ് നമുക്ക് നേരെ എടുത്ത് എല്ലാവരും പാടെ കൂടിക്കാട്ടി എടുത്ത് ഇവിടെ ഇങ്ങോട്ട് വെച്ചാൽ കറക്റ്റ് നമ്മൾ കോൺക്രീറ്റ് നമ്മൾ എന്ത് ചെയ്യാം, പണി തീർക്കും. മറ്റേ ഇപ്പം നമ്മളിവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഫുള്ള് നാശമായി പോകും. പത്രക്കും പണിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന സമയത്ത് അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിപ്പോൾ ഫുള്ള് കെട്ടിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ സാധനം നേരെ എടുത്തിങ്ങാട്ട് ഈ ഒരു ഏരിയയിലാണ് നമുക്ക് കൊണ്ടുപോയി വെക്കേണ്ടത്. ഈ ഏരിയ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, ടൈലറും കാര്യങ്ങളെല്ലാം എന്തെല്ലാം വലിയ വലിയ വണ്ടികൾ ഇങ്ങോട്ട് കയറുന്ന മിഷനറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള വണ്ടി വരുന്ന സമയത്ത് ഇതിന് പൊട്ടും ഇളക്കമൊന്നും കൊടുക്കില്ല, മൊത്തത്തിൽ കൂട്ടിപ്പിടുത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടോ ഏകദേശം നമ്മളെ ഈ ഏരിയക്ക് നമ്മൾ ഫുള്ള് കോൺക്രീറ്റ് ഫുള്ള് സാധനം നമ്മളിത് കഴിഞ്ഞ് ഇത്രയൊക്കെ ഏരിയ കോൺക്രീറ്റ് ഇട്ടപ്പോൾ നമ്മൾ മുള്ളിലിറക്കിയ മെറ്റലും എംസാൻഡും ഫുള്ള് എന്തായി തീർന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ മിഷൻ രണ്ടും എടുത്ത് പുറത്തോട്ടാക്കണം. ഈ 2 മിഷനും എടുത്ത് പുറത്തോട്ടാക്കിയാൽ നമുക്ക് എന്താവുള്ളൂ, ഇനി നമ്മൾ പണി നടക്കാൻ കഴിയുള്ളൂ. കാരണം നമുക്ക് ഇവിടെ കമ്പി ഇടാണ്ട്, ഇവിടെ കമ്പി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മിഷൻ പുറത്താക്കണം. അപ്പോൾ ഇത്രയും കണ്ടോ, ഒരു 90% പണി ഇപ്പോൾ നമ്മൾ ഉള്ളിൽ കഴിഞ്ഞ്. ഇത്രയും സാധനം ഉള്ളിൽ ഇറക്കിയത് കൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് എന്താ പണി തീർക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെ പ്രത്യേകത അതാണ്. വെയിലും മഴയൊന്നും കൊള്ളാണ്ട് നമുക്ക് എന്താ ഇതിൻ്റെ ഉള്ളിൽ നല്ല സുഖത്തിൽ പണിയല്ല. ഏതാ ചൂടുണ്ടാവും, അത് പണീൻ്റെ ഇടയിൽ നമ്മൾ അങ്ങനെ അറിയില്ല അന്ന്. അപ്പോൾ ഇത്രയും സാധനം എന്താണ് ഇവിടെ ഇറക്കണം. അർബാന തള്ളി പോകാൻ എല്ലാം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇരുടാണ്, നമ്മൾ പരിപാടികൾ തീർത്ത് പോകാൻ. നോൻപ് സമയമാണല്ലോ. അതേപോലെ തന്നെ കണ്ടു 2 ലെവലിങ്ങാരുണ്ട്. ഈ 2 ലെവലിങ്ങാരെ പുറമെ ഇത് ഫുള്ളൊന്ന് ചട്ടം കൊണ്ട് മിനുസാക്കി പോകാൻ ഒരാളുണ്ട്. കംപ്ലീറ്റ് കണ്ടോ, ഒന്ന് ചട്ടം കൊണ്ട് മിനുസാക്കി പോകാൻ ഒരാളെ നമ്മൾ എക്സ്ട്രാ വെച്ചിന്. ഇതിന് മുകളിൽ നമ്മൾ കണ്ടോ ഒരാൾ കോലുന്തി റെഡിയാക്കണുണ്ടോ, ആ കോലുന്തി റെഡിയാക്കുന്ന ആളെ പണി എന്താണ്ട് ചട്ടം കൊണ്ടൊന്ന് ഫുള്ള് ഒരതി ക്ലിയർ ചെയ്ത് പോരാണ്. കാരണം ഇതിൻ്റെ മുകളിൽ ഇനി നമ്മൾ പൊടിയിട്ട് ഒരതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊള്ളിപ്പോരും. അതല്ലെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ചട്ടകവും
മറ്റേ ഒരു 6 7 പണിക്കാരെ കൊണ്ടുവന്നതിന് മുകളിലൂടെ പൊടിയൊക്കെ ഇട്ട് നല്ല വാട്ടർ ലെവലും കാര്യങ്ങൾ ചെയ്ത് ഫുൾ ക്ലിയർ ചെയ്ത് പോരണം. അപ്പോൾ എന്താ വെച്ചാൽ നല്ല ക്ലിയർ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ക്ലിയർ ഉണ്ടാവും. അതിനുള്ള വിഷയം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോൾ ഒരു 3 4 ദിവസം ചെയ്ത് ഒരു കാര്യമില്ല. ഇതിങ്ങോട്ട് മൊത്തത്തിൽ പൊട്ടി ഇങ്ങോട്ട് വിള്ളലായി മൊത്തത്തിൽ ആദ്യം ഒരു കുഴിയാവും, പിന്നെ കുഴി വലുതായി. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഏരിയ മൊത്തം കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഫുള്ള് ഈ കമ്പി മുഴുവൻ നമ്മൾ രാവിലെ പുറത്ത് കെട്ടി വെച്ചതിനി. ഈ കമ്പി നമ്മളെല്ലാ പണിക്കാരും പാടെ കൂടി പിടിച്ചു കാട്ടി ഈ കമ്പി നമ്മൾ നേരെ ഇതിന് ഉള്ളോട്ടേക്ക് കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് എന്താണ് അവിടെ ഇടാത്തത് കൊണ്ട് നമ്മൾ ഈ കമ്പികൾ കെട്ടിയ കെട്ടുകൾ പൊട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് അവിടെ അർബാന തള്ളാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ ഈ സംഗതി പുറത്ത് വെച്ച് കെട്ടിയത്. ഈ പുറത്ത് വെച്ച് കെട്ടിക്കാട്ടി ഇത്രകൾക്കും ഏരിയ നമുക്ക് എന്താണ് വലിയ വലിയ വണ്ടികൾ കയറാനുള്ളതാണ്. ഈ വാതിലിൻ്റെ ഈ നേരെ നമുക്ക് വലിയ വണ്ടികൾ കയറാനുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു ഏരിയ മാത്രം കമ്പി ഇടുന്നത്. ഈ കമ്പി ഇടുന്നുള്ളതെന്ന് വെച്ചാൽ മൊത്തത്തിലൊരു കൂട്ടിപ്പിടുത്തം ഉണ്ടാവും, അതിനാണ് നമ്മൾ കമ്പി ഇടുന്നത്. ശരിക്കും ഈ ഏരിയ മൊത്തം നമ്മൾ കോമ്പൗണ്ട് വാൾ മൊത്തം ഇതിൻ്റെ ഫുള്ള് ലോക്കാക്കി 8 ഇഞ്ച് കനത്തിൽ മൊത്തം ബീം വറുത്ത് കാട്ടി എന്ന് പറഞ്ഞാൽ വാളടിച്ച് കമ്പിയിട്ട് വാളടിച്ച് ലോക്കാക്കി വെച്ചതാണ്. ഒരിക്കലും ഇത് തള്ളിപ്പോല. പക്ഷേ ഇത്രയൊക്കെ ഏരിയ നമുക്ക് വലിയ വലിയ ടൈലറൊക്കെ വരാനുണ്ടാവും. അതിലെന്ത് ഇതിനുള്ളിലുള്ള മിഷനറിയും കാര്യങ്ങൾ വരാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു ഏരിയ കമ്പി കൊടുത്തത്. അത് നമ്മൾ സാധാ തട്ടിൻ്റെ മുകളിൽ കമ്പി കെട്ടണ മാതിരി അല്ല കേട്ടോ. കമ്പി ലേസർ ലോങ്ങിലാണ് നമ്മൾ കമ്പി കെട്ടിയത്. ഏകദേശം 40-40 നമ്മൾ കെട്ടിയത്. സാധാരണ തട്ടിൻ്റെ മുകളിൽ നമ്മൾ 18 കെട്ടല്. ഇത് 40-40 ഗ്യാപ്പിലാണ് നമ്മൾ എന്ത് ചെയ്തത്, കമ്പി കെട്ടി. ഇവിടെ അതിൻ്റെ ഒരു ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഇത്രയും ലോങ്ങിൽ കമ്പി കെട്ടാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഫുൾ അർബാന സാധനം ഫുള്ള് കണ്ട നമ്മൾ പുറത്ത് വെച്ച് പുറത്തുനിന്ന് കോൺക്രീറ്റ് മിസ്സാക്കി പുറത്തുനിന്ന് കോൺക്രീറ്റ് കൊണ്ടുവരികയാണ്. ഇനിയിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് തീർന്ന അതേ സ്പീഡിൽ പണി ചെയ്യില്ല. ഇനി ലേസർ ടൈമിങ് വരും. കാരണം നമ്മൾ ഇനി ലേസർ പുറത്തുനിന്ന് തള്ളിക്കൊണ്ട് ലേസർ ടൈം എടുക്കും. അതേപോലെ തന്നെ ഭയങ്കര വെയിലുമാണ് പുറത്ത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഉള്ളിൽ പണിയെടുത്ത സുഖം ആ സ്പീഡും ഇനി പുറത്തുനിന്ന് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ. പിന്നെ നമ്മൾ കംപ്ലീറ്റ് വാട്ടറിൽ ചെയ്ത് ഫുള്ള് കുറ്റി അടിച്ച് വെച്ചതാണ്. അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ ഫുള്ള് കാര്യങ്ങൾ കറക്റ്റായിരിക്കും. അല്ലെങ്കിൽ എന്താണ് എന്ത് കളിച്ചും കാര്യമില്ല, നമ്മൾ പണി വൃത്തിയാവില്ല. ഇതന്നെ ഇപ്പോൾ കണ്ട 100ക്ക് 100 എന്തായാലും വൃത്തി ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു പണി തന്നെ 100ക്ക് 100 വൃത്തി ഉണ്ട്. ഇതാകുമ്പോൾ ഏകദേശം എന്താണ് ഒരു 95% എന്താണ് വൃത്തി ഉണ്ടാവും. അത്രേ നമ്മൾ പറയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആയാലും ഇത് ചട്ടം കണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ചെയ്തു പോരുന്നത്. അതുകൊണ്ട് ഇത് എന്തായാലും ക്ലിയർ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഒരുപാട് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരസിപ്പല ഇട്ട് വരുതി സാധാരണ നമ്മൾ രണ്ടാമതായിട്ടുള്ള പിടുത്തം ഒരസിപ്പലകനോട് വരുതാണ് ചെയ്യുക. ഒരസിപ്പലനോട് വരുന്ന സമയത്ത് അത് റഫാകുക ചെയ്യാം, വൃത്തി കിട്ടില്ല, അത് റഫായിട്ട് നിൽക്കുക ചെയ്യുക. പിന്നെ ഇതിൻ്റെ മെയിൻ എന്താ, നമ്മൾ ഒരസിപ്പലനോട് വരുതി കഴിഞ്ഞിട്ട് തന്നെ സംഗതി നല്ല ഫിനിഷിങ് ഉണ്ടാവും. പക്ഷേ അതിനുള്ള വിഷയം എന്താണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഗ്രൗട്ടുകളെല്ലാം ലേശം വലിഞ്ഞു പോകുന്ന സമയത്ത് ഈ കല്ലുകൾ ചില സ്ഥലങ്ങളിൽ ഒന്നിങ്ങനെ ഇളിച്ചാട്ടി കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ കൂടെ തന്നെ ഒപ്പത്തിനൊപ്പം നമ്മൾ കോലിനോട് മെല്ലെ ലെവൽ ചെയ്ത് പോരുന്നത്. അതാണ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഏകദേശം നമ്മളെ പണിയും കാര്യങ്ങളും കഴിഞ്ഞ് അൽഹംദുലില്ലാ 3-3.5 പരിപാടി കഴിഞ്ഞ് മിശ്രണം സാധനമൊക്കെ 2 വണ്ടി തന്നെ കയറ്റി പോണ്. ഓക്കെ, ബൈ, വീണ്ടും കാണാം.